പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനം നൽകി നമ്മുടെ തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചതിന് നമുക്ക് നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറയാട്ടോ. ഇന്നത്തെ നമ്മുടെ എല്ലാ യാത്രകളിലും നമ്മൾ കണ്ടുമുട്ടാനിരിക്കുന്ന വ്യക്തികളിലും ഈശോയുടെ ആത്മാവ് നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ രാജാവായിരുന്നു. രാജാവ് യഥാർത്ഥത്തിൽ ധരിക്കേണ്ടിയിരുന്നത് എന്തായിരുന്നു? രാജകിരീടമായിരുന്നു. പവിഴമുത്തുകളും രത്നങ്ങളും സ്വർണവും ഒക്കെ പതിപ്പിച്ച കിരീടമായിരുന്നു. പക്ഷെ കർത്താവിനെ എന്താ ഈ ലോകം ധരിപ്പിച്ചത്? മുൾമുടിയായിരുന്നു. മുള്ളുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കിരീടമായിരുന്നു കർത്താവിനെ ധരിപ്പിച്ചിരുന്നത്. അപ്പോൾ കർത്താവ് ആ കടന്നുപോയ അനുഭവത്തെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, മുൾമുടി ധാരണ അനുഭവം. കിരീടം വയ്ക്കേണ്ട തലയിൽ, സ്വർണത്തിൻ്റെ കിരീടം വയ്ക്കേണ്ട തലയിൽ മുള്ളിൻ്റെ കിരീടം. എന്താ പറയുക, ഈ തലയിൽ തൊലിയും മാംസവും മസ്തിഷ്കവും ഒക്കെ വേദനിക്കുന്ന തരത്തിൽ പൊട്ടുന്ന തരത്തിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ടു ഈശോയിൽ. ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകാം നന്മ ചെയ്തിട്ടും തിന്മ ലഭിച്ച ആളുകൾ. ഈശോ രാജാവായ ഈശോ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്തു. അവസാനം സ്വർണ്ണക്കിരീടത്തിന് പകരം മുൾക്കിരീടം ഈശോയുടെ തലയിൽ വന്നു. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അപ്പനോ അമ്മനെയൊക്കെ ശുശ്രൂഷിച്ചിട്ട് ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കല്ലേറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മുൾമുടി ധാരണ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ ഭാര്യയെ സ്നേഹിച്ചിട്ട് അവൾ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭർത്താവിനെ സ്നേഹിച്ചിട്ട് അവൻ നിന്നെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മക്കളെ സ്നേഹിച്ചിട്ട് ഒരായുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി നൽകിയിട്ട് അവർ കല്ലേറാണ്. അവർ നിങ്ങളെ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയാണ് മുൾമുടി ധാരണ അനുഭവം. ഈശോ കൂടെ ഉണ്ട് കേട്ടോ. ഈശോ കടന്നുപോയ അതേ നൊമ്പരത്തിലൂടെയാണ് നീയും കടന്നു പോണേ. ഒരിക്കലും തനിച്ചാവത്തില്ല. ഈ ഒരു മുൾമുടി ധാരണ അനുഭവം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഒരു പരാതിയും വേണ്ട, ഒരു പരിഭവവും വേണ്ട. ഈശോയോട് ചേർന്ന് ഈ ഒരു മുൾമുടി ധാരണ അനുഭവം മറികടക്കാനായിട്ട് നിനക്ക് സാധിക്കട്ടെ കേട്ടോ. സഹനത്തിലൂടെ നിൻ്റെ ആത്മാവിനെയും ജീവിതത്തെയും ഈശോ വിശദീകരിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എൻ്റെ കരുത്ത്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.